السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ പരിശുദ്ധ റമളാനിന് ശേഷം അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ വീണ്ടും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് സംസാരിക്കാൻ, അത് കേൾക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാനിൻ്റെ ഒരു മാസക്കാലം കഴിഞ്ഞ് ശവ്വാൽ മാസത്തിലാണ് നമ്മളുള്ളത്. റമളാനിലെ ഒരു മാസത്തോട് നമ്മൾ ഓരോരുത്തരും വിട പറഞ്ഞു. റമളാൻ മാസം എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. എല്ലാ അർത്ഥത്തിലും നന്മകളും ഇബാദത്തുകളും കൊണ്ട് സമൃദ്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നല്ലവരായ മുൻഗാമികളെക്കുറിച്ച് പറയപ്പെട്ടതായി കാണാം, അവർ റമളാനിൻ്റെ 6 മാസങ്ങൾക്ക് മുന്നേ അള്ളാഹുവെ റമളാനിലേക്ക് എത്തിക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് റമളാനിലേക്ക് എത്തിയതിന് ശേഷം റമളാനിനോട് വിട പറഞ്ഞ് പിന്നെ അടുത്ത 6 മാസം അവരുടെ പ്രാർത്ഥന, അള്ളാഹുവെ റമളാനിൽ ചെയ്ത കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ എന്നായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ റമളാനിനോട് വിട പറഞ്ഞു, നമ്മളും മുൻഗാമികളും എവിടെ നിൽക്കുന്നു? പരിശുദ്ധ റമളാനിലെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ആവലാതി ഉണ്ടാവണം. അത് മുഅ്മിനിൻ്റെ അടയാളമാണ്. മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ ഒരാളിൽ നിന്നും അള്ളാഹു അയാളുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നതിന് ചില അടയാളങ്ങൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അടയാളങ്ങൾ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മെ ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. അതിൽ നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് എങ്കിൽ അൽഹംദുലില്ലാഹ്. ആ പറഞ്ഞ അടയാളങ്ങളാണ് നമ്മിൽ ഉള്ളത് എങ്കിൽ അള്ളാഹുവിനോടത് വർദ്ധിപ്പിച്ചു നൽകാനും നിലനിർത്തി തരാനും ഉറപ്പിച്ചു നിർത്താനുമാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ല, ഈ പറഞ്ഞ അടയാളങ്ങളുമായി നമുക്ക് ബന്ധമില്ലേ? അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. തിരുത്താനും ശരിയാക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഏതാനും ചില കാര്യങ്ങൾ എന്നോടെന്നതുപോലെ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. അതിലൊന്നാമത്തെ അടയാളം, സഹോദരങ്ങളെ, നന്മകൾക്ക് ശേഷം പിന്നീട് വീണ്ടും
തിന്മയിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കില്ലാതിരിക്കുക എന്നത് സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ്. അഥവാ നമ്മൾ ഒരു മാസക്കാലം അൽഹംദുലില്ലാ നന്മകൾക്ക് നടുവിലാണ്. പകൽ നോമ്പും രാത്രി നിസ്കാരവും നല്ല സംസാരവും നല്ല വാക്കുകളും സ്വതക്കകളും ദിക്റുകളും ദുആകളും അങ്ങനെ അനേകം ഇബാദത്തുകൾക്ക് നടുവിലായിരുന്നു ഒരു മാസം. ആ ഒരു മാസത്തിന് ശേഷം അതിന് മുന്നേ ഉണ്ടായിരുന്ന ന്യൂനതകളും കുറവുകളും തിന്മകളും പിന്നീട് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വന്നില്ല എങ്കിൽ അൽഹംദുലില്ലാ അത് ശുഭലക്ഷണമാണ്. അതല്ല, റമളാനിൻ്റെ മാസപ്പിറവി കാണുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു നിർജീവ അവസ്ഥയിലേക്ക് ശവ്വാലിൻ്റെ മാസപ്പിറവി കണ്ടതിന് ശേഷം മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അമലുകളുടെ അസ്വീകാര്യതയാണ് അറിയിക്കുന്നത്. നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ട കാര്യമാണ്. മുൻഗാമികളിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മനിസ്തഗ്ഫറ ബിലിസാനിഹി, ആരെങ്കിലും തൻ്റെ നാവ് കൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടി, അള്ളാഹു എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞു, അള്ളാഹു എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നൊക്കെ നാവ് കൊണ്ട് പറഞ്ഞു. പക്ഷേ വഖൽബുഹു അലൽ മഅസിയതി മഅഖൂദ്, അവൻ്റെ ഹൃദയം തിന്മകളുടെ മേൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. തിന്മകളുമായി അങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ നാവ് കൊണ്ട് അള്ളാഹു പുറത്തു തരണേ എന്ന ഇസ്തിഗ്ഫാർ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മാസക്കാലം സൽക്കർമ്മത്തിന് ശേഷം വീണ്ടും പഴയതുപോലെ ആവാം എന്നാണ് അവൻ്റെ മനസ്സിലുള്ള ചിന്ത. എങ്കിൽ ഒരു മാസം അവൻ നോറ്റ നോമ്പ് അലൈഹി മർദൂദ്, അത് അവനിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ തള്ളപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, അവനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യതയുടെ വാതിൽ അവന് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. നസ്അലുല്ലാഹ അസ്സലാമത വൽ ആഫിയ. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നന്മകൾക്ക് ശേഷം പിന്നീട് തിന്മകളിലേക്കൊരു മടങ്ങിപ്പോക്ക് എന്നത് വലിയ അപകടമാണ്, വലിയ അപകടമാണ്. റമളാനിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആത്മചൈതന്യം, ആ ജീവിത വിശുദ്ധി, അത് നമ്മൾ മരിക്കുന്നതുവരെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശവ്വാലിൻ്റെ മാസപ്പിറവി കണ്ടു, വീണ്ടും പഴയതുപോലെയാണ്. പിന്നെയും കുത്തഴിഞ്ഞ ജീവിതമാണെങ്കിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിനുള്ള അടയാളമാണത്. അള്ളാഹു അതാ വിശുദ്ധ ഖുർആനിൽ മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ചിന്തിക്കാൻ മാത്രം നമ്മോട് പറഞ്ഞിരിക്കുന്നു. വല തകൂനു, നിങ്ങളായി പോവരുത്, കല്ലതി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാഥ, ഒരുവളെപ്പോലെ നിങ്ങളായി പോവരുത്. എന്താണ് ആ ഒരുവളുടെ പ്രശ്നം? അവൾ നല്ല ഉറപ്പോടെ നൂല് നെയ്തുണ്ടാക്കി. നമുക്കറിയാം, നൂല് നെയ്തുണ്ടാക്കുക എന്നത് ഒരുപാട് പണിയുണ്ട്, നല്ല പരിശ്രമമുണ്ട്, ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം, നല്ല കാര്യഗൗരവം വേണം. അങ്ങനെ ഉറപ്പോടുകൂടി നൂല് നൂറ്റുണ്ടാക്കി, എന്നിട്ടത് പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും അത് പല ഇഴകളായി പിരിച്ചുടച്ചു കളഞ്ഞു. എന്തായിരിക്കും അത്തരം ഒരാളെക്കുറിച്ച് നമ്മൾ പറയുക? പണ്ട് പഴയ കാലത്ത് നാറാണത്ത് ഭ്രാന്തനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു കല്ലെടുത്ത് താഴെ ഇടും, പിന്നെ വീണ്ടും മേലെ കയറി വന്നിട്ട് പിന്നെ ഇടും. ആ പ്രവൃത്തി ഒരുവൻ സ്വബോധമില്ലാത്തവനാണ് എന്നതിൻ്റെ തെളിവാണ്. നമുക്ക് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മനോഹരമായി ഒരു ഉദാഹരണത്തിലൂടെയാണ് നമുക്കിത് വിവരിച്ചു തന്നത്. സഹോദരങ്ങളെ, ഇതിലെവിടെയാണ് നമുക്ക് പാഠം? ഒരു മാസക്കാലം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നല്ല ഒരു ജീവിതമായിരുന്നു. അൽഹംദുലില്ലാ,
അനുഗ്രഹീതമായ ഒരു മാസം, ഓരോ നിമിഷവും അള്ളാഹു ബറക്കത്ത് നൽകിയിട്ടുള്ള ഒരു മാസം. എല്ലാ അർത്ഥത്തിലും സമ്പൽ സമൃദ്ധമായിരുന്നു ആ മാസം. അത് ഈ പറഞ്ഞ നൂല് നെയ്തുണ്ടാക്കുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് ഒരു മാസം പൂർത്തീകരിച്ചു. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഓരോന്നും പൊട്ടിച്ചു കളയുകയാണ്. വീണ്ടും പഴയതുപോലെ തിന്മകളിലേക്ക് തിരിച്ചു പോവുക എന്നത് ഈ പറഞ്ഞതുപോലെയാണ്. ഓരോ ഇബാദത്തും പൊട്ടിച്ചു കളയുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം, തിന്മയിലേക്ക്, പാപങ്ങളിലേക്ക് തിരിച്ചു മടങ്ങാതിരിക്കുക എന്നത് ശുഭലക്ഷണമാണ്, നല്ല അടയാളമാണ്. അതാണ് നമ്മൾ കാണുന്നത് എങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനോട് നിലനിർത്തി തരാനും അതിൽ ഉറപ്പിച്ചു നിർത്താനും നമ്മൾ ആവർത്തിച്ച് ദുആ ചെയ്യേണ്ടതുണ്ട്. അതല്ല നേരെ വിപരീതമാണോ കാണുന്നത്, തിരുത്താൻ ഇനിയും സമയമുണ്ട്, മടങ്ങാൻ ഇനിയും സമയമുണ്ട്, നന്നാവാൻ ഇനിയും സമയമുണ്ട്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾക്ക് ശേഷം ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട അടയാളത്തിൽപ്പെട്ടതാണ് അൽ ഖൗഫ്, ഭയമുണ്ടാവുക എന്നത്. മിൻ ആദമി ഖബൂലിൽ അമൽ, അമലുകൾ സ്വീകരിക്കപ്പെടാതിരിക്കുമോ എന്ന പേടി ഉണ്ടാവുക എന്നത് ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. റമദാനിന് ശേഷം റമദാനിലെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചുവോ, അതല്ല അത് തള്ളപ്പെട്ടേക്കുമോ എന്ന പേടി നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മുൻഗാമികൾ എന്തിനായിരുന്നു അവർ 6 മാസക്കാലം അള്ളാഹുവിനോട് ദുആ ചെയ്തത്? എന്തിനായിരുന്നു അള്ളാഹുവിനോട് അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്തത്? സൽക്കർമ്മങ്ങൾക്ക് ശേഷം ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണത്, അല്ലെങ്കിൽ ഉണ്ടാവേണ്ട കാര്യമാണത്. സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ തങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള പേടിയിൽ ഭയന്ന് വിറക്കുന്നവരാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഐ ഹും മഅ ഇഹ്സാനിഹിം വ ഈമാനിഹിം വ അമലിഹിമുസ് സാലിഹ്, അവരേറ്റവും നല്ല രൂപത്തിലാണ് പ്രവർത്തിക്കുക, ഈമാനോടുകൂടിയാണ് പ്രവർത്തിക്കുക, അവർ സൽക്കർമ്മങ്ങളാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ മുശ്ഫിഖൂന മിനല്ലാഹി ഖായിഫൂന മിൻ വജിലൂന മിൻ മക്രിഹി ബിഹിം, അള്ളാഹുവിനെ കുറിച്ച് അവർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പേടിയിലായിരിക്കും, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് അവർ ഭയപ്പെടുന്നവരായിരിക്കും. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ഇന്നൽ മുഅ്മിൻ, തീർച്ചയായും ഒരു സത്യവിശ്വാസി, ജമഅ ഇഹ്സാനൻ വശഫഖ, നന്മകളും അതേപോലെ ഭയപ്പാടും ഒരുമിപ്പിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യും, അതോടൊപ്പം പേടിയും ഉണ്ടാകും. അത് മുഅ്മിനിന്റെ അടയാളമാണ്. വഇന്നൽ മുനാഫിഖ്, എന്നാൽ ഒരു കപടവിശ്വാസി, ജമഅ ഇസാഅതൻ വഅംന, അവൻ തിന്മകളാണ് ചെയ്യുക, അതോടൊപ്പം നിർഭയത്വത്തിലുമായിരിക്കും. തിന്മകളോടൊപ്പം നിർഭയത്വമാണ് ഒരു കപടവിശ്വാസിയെ ഒരുമിപ്പിക്കുക. സഹോദരങ്ങളെ, ഇത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. നമുക്ക് ഈ പേടി ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഭയപ്പാട് കടന്നു വന്നിട്ടുണ്ടോ? അതല്ല നമ്മളൊക്കെ സ്വർഗത്തിൽ പോയിട്ട് ഇനി വേറെ ആരെങ്കിലും പോകൂ എന്ന ഒരു ചിന്തയിലാണോ നമ്മൾ? പേടിക്കണം. കാരണം അള്ളാഹുവാണ് വിശുദ്ധ ഖുർആനിൽ അറിയിച്ചത്, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, സത്യവിശ്വാസികൾ അവർ അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കും, അപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണല്ലോ എന്നതോർത്തവർ പേടിച്ചു വിറക്കുന്നവരായിരിക്കും. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ആയത്തിനെ കുറിച്ച്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. അവർ തിന്മകൾ ചെയ്യുന്നവരാണോ, മദ്യപിക്കുന്നവരും വ്യഭിചരിക്കുന്നവരും മോഷ്ടിക്കുന്നവരുമാണോ നബിയെ? അതുകൊണ്ടാണോ അവർ പേടിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ലാ യാ ബിൻത സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിൻ്റെ മകളെ, അല്ല, അതുകൊണ്ടല്ല അവർ പേടിക്കുന്നത്. മറിച്ച് അവർ യുസല്ലൂൻ, നിസ്കരിക്കുന്നവരാണ്, വയസൂമൂൻ, നോമ്പ് നോൽക്കുന്നവരാണ്, വയതസദ്ദഖൂൻ, സദഖകൾ സകാത്തുകൾ നൽകുന്നവരാണ്. എന്നാൽ അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ എന്ന പേടിയും അതോടൊപ്പം മനസ്സിൽ ഒരുമിപ്പിക്കുന്നവരാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസിയുടെ അടയാളമാണിത്. നമ്മുടെ മനസ്സിൽ ഭയപ്പാടുണ്ടാവണം. കാരണം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുക നമ്മുടെ തിന്മകൾ കാരണത്താലാണ്. അള്ളാഹു സ്വീകരിക്കുക, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക. ഇന്നമ എന്ന ആ പ്രയോഗം മാത്രം എന്ന അർത്ഥം ലഭിക്കുന്ന അറബി പ്രയോഗമാണത്. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക. നമ്മുടെ ഉള്ളും പുറവും രഹസ്യവും പരസ്യവും നന്നായില്ല എങ്കിൽ നമ്മുടെ അമലുകളെ അത് ബാധിക്കും. കർമ്മങ്ങളുടെ സ്വീകാര്യതയെ അത് സാരമായി ബാധിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഭയപ്പാടുണ്ടാവണം. എത്ര കണ്ട് നമ്മൾ പ്രവർത്തിച്ചാലും നിർഭയരാവാൻ നമുക്ക് സാധിക്കുകയില്ല. പേടിയുണ്ടാവണം. മൂന്നാമത്തെ കാര്യം, സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങളിലായിരുന്നു നമ്മൾ, അൽഹംദുലില്ലാ. ആ സൽക്കർമ്മങ്ങൾക്ക് ശേഷം വീണ്ടും സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് കിട്ടുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത അമലുകൾ സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളമാണ്. കാരണം മുൻഗാമികൾ പറഞ്ഞു, ഇന്ന മിൻ അലാമാതി ഖബൂലി ത്വാഅതി അത്വാഅതു ബഅദഹ. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അതിനുശേഷം വീണ്ടും ഇബാദത്തുകൾക്ക് തൗഫീഖ് കിട്ടുക എന്നുള്ളത്. കാരണം വൽഹസനതു തുനാദി ഉഖ്തഹ, നന്മ എന്നത് അതിൻ്റെ സഹോദരിയെ വിളിച്ചു വരുത്തും എന്ന് പറഞ്ഞാൽ ഒരു നന്മ അടുത്ത നന്മയെ വിളിച്ചു വരുത്തും. നന്മയിൽ നിന്ന് വീണ്ടും നന്മയിലേക്ക്. അത് ചെയ്ത നന്മ അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹു നൽകുന്ന വലിയ സൗഭാഗ്യമാണത്. സൽക്കർമ്മങ്ങൾ ചെയ്തു, വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്. എന്നാൽ സൽക്കർമ്മങ്ങൾക്ക് ശേഷം നേരെ തിരിച്ചുപോക്കാണോ എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ടാണ് മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതന്മാരോട് ചില ആളുകളെക്കുറിച്ച് പറയപ്പെട്ടു. അവർ റമദാനിൽ നല്ല പരിശ്രമകാരികളായിരുന്നു, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നവരായിരുന്നു, എല്ലാ അർത്ഥത്തിലും ഉന്മേഷത്തിലും അങ്ങനെ കഴിഞ്ഞുകൂടിയവരായിരുന്നു. പക്ഷേ റമദാൻ അങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ അവരും സൽക്കർമ്മങ്ങളുമായി യാതൊരു ബന്ധവുമില്ല, പഴയതുപോലെ തന്നെ. അത്തരം ആളുകളെക്കുറിച്ച് മുൻഗാമികൾ പറഞ്ഞത്, ബിഅ്സൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമളാൻ. റമളാനിൽ മാത്രം അള്ളാഹുവിനെ അറിയുന്ന ആളുകൾ അവരെത്ര മോശപ്പെട്ട ആളുകളാണ്. നോക്കണം നിങ്ങൾ, ആ പ്രയോഗം നോക്കണം നിങ്ങൾ. റമളാനിൽ മാത്രം അള്ളാഹുവിനെ അറിയുക, റമളാനിൽ മാത്രം ഒരു ഇബാദത്ത്, റമളാനിൽ മാത്രം പ്രത്യേകം ഒരു സൽക്കർമ്മം, റമളാൻ കഴിഞ്ഞാൽ പിന്നീട് ഇതുമായി യാതൊരു ബന്ധവുമില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയാറുള്ള എന്താണ്, 11 മാസം തിരിഞ്ഞളിച്ചില്ലേ, ഒരു മാസമെങ്കിലും ഒന്ന് നന്നായി ജീവിച്ചില്ലേ, അത് പോരെ. ഒരു മാസം ഇപ്പോൾ നന്നായി ജീവിച്ചില്ല, അത് മതിയില്ലേ ബാക്കിയുള്ള 11 മാസത്തേക്കും? അതുകൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റൂലേ
എന്നാണ് ചില ആളുകൾ ചോദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അത് കേവലം മിഥ്യാധാരണയാണ്. ഒരു മാസത്തേക്ക് എല്ലാം സംഭരിച്ചിട്ട് പിന്നെ 11 മാസം ലീവ് എടുക്കലാണോ? അങ്ങനെയല്ല. അങ്ങനെ ഒരു രീതി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടില്ല. ദുനിയാവ് സ്വരുക്കൂട്ടുന്നത് പോലെയല്ല ആഖിറം സ്വരുക്കൂട്ടുക എന്നുള്ളത്. ദുനിയാവിൽ ഒരു മാസം കുറേ പണിയെടുത്ത് 11 മാസത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കി വെച്ചാൽ ജീവിക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ ഇബാദത്തുകൾ എന്നത് ഒരു മാസം മാത്രം ചെയ്തിട്ട് പിന്നെ വെറുതെ ഇരിക്കലാണോ? അല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ആയത്തുണ്ട്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. സൂറത്തുൽ ഹിജ്റിലെ 99-ാമത്തെ ആയത്താണ്. വഅബ്ദു റബ്ബക്, ഓ നബിയെ, താങ്കളുടെ റബ്ബിനെ താങ്കൾ ആരാധിക്കുക, താങ്കളുടെ റബ്ബിനുള്ള ഇബാദത്തിലായി താങ്കൾ കഴിഞ്ഞുകൂടുക. ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പായ കാര്യം താങ്കളിലേക്ക് വരുന്നതുവരേക്കും. എന്താണ് ഉറപ്പായ കാര്യം എന്നത്? അൽ മൗത്ത്, മരണം. മരിക്കുന്നത് വരെ നബിയെ താങ്കൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നാണ് അള്ളാഹു കൽപ്പിച്ചത്. ചിന്തിച്ചു നോക്കൂ. ഒരു മാസം കുറേ ചെയ്തിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. മരിക്കുന്നത് വരെ ഇബാദത്തുകളിൽ മുഴുകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത്, കുൻ റബ്ബാനിയൻ, നീ റബ്ബാനിയാവുക, നീ റബ്ബിനുള്ള അടിമയായി എല്ലാ കാലത്തും ജീവിക്കുക. വലാ തകുൻ റമളാനിയൻ, നീ റമളാനിയാവരുത്. റമളാനിൽ മാത്രം ഒരു ഭയഭക്തി, റമളാനിൽ മാത്രം ഒരു ഇബാദത്ത്, റമളാനിൽ മാത്രം ഒരു പള്ളിയുമായുള്ള ബന്ധം, റമളാനിൽ മാത്രം നിസ്കാരം, റമളാനിൽ മാത്രം സൽക്കർമ്മം, ബാക്കി 11 മാസം ഇതുമായി യാതൊരു ബന്ധമില്ല. അങ്ങനെയുള്ള ഒരു റമളാനിയാവരുത് നീ. പിന്നെയോ റബ്ബാനിയാവുക, എല്ലാ കാലത്തും റബ്ബിനുള്ള ഇബാദത്തായി അങ്ങനെ കഴിഞ്ഞുകൂടണം. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ല, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക, യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ തഖ്വ പാലിക്കുക. ശേഷം എന്താണ് അള്ളാഹു പറഞ്ഞത്? എന്താണ് അതിൻ്റെ ബാക്കി? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആയത്തൊന്ന് പരിശോധിച്ച് നോക്കൂ. ആരെയാണ് അള്ളാഹു വിളിച്ചത്? മനുഷ്യരെ എന്നാണോ? നിഷേധികളെ എന്നാണോ? അല്ല, ഈമാനുള്ളവരെ എന്നാണ് വിളിച്ചത്. മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയുകയാണ് മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. എന്താണ്, പോക്കറ്റ് പേഴ്സ് തുറന്നു നോക്കുമ്പോൾ മുസ്ലിമിൻ്റെ പേരുണ്ടാവണം, അതാണോ അതിൻ്റെ ഉദ്ദേശം? അല്ല. മരിക്കുന്ന സമയത്ത് മുസ്ലിമിൻ്റെ നിലവാരമുണ്ടായിരിക്കണം. ഈമാനും സൽക്കർമ്മങ്ങളുമായി കഴിഞ്ഞുകൂടുമ്പോൾ ആയിരിക്കണം മലക്കുൽ മൗത്ത് വന്നിറങ്ങേണ്ടത്. അതാണ് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരിക്കുന്നത് വരെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. എപ്പോഴാണ് നമ്മൾ മരിക്കുക? എപ്പോഴാണ് നമ്മുടെ മരണം? വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഏത് സ്ഥലത്ത് വെച്ചാണ്, ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുക എന്നത് ഒരാൾക്കും അറിയുകയില്ല. എപ്പോഴാണ് എന്ന് നമുക്കറിയില്ല. നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ് നമ്മുടെ മരണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇബാദത്തിലായിരിക്കണം. ഇന്നിതാ ഇപ്പോൾ മരിച്ചാൽ അള്ളാഹുവിനുള്ള ഇബാദത്തിലായിരിക്കണം, മുസ്ലിമിൻ്റെ നിലവാരത്തിലായിരിക്കണം മരിക്കുമ്പോൾ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ഒരു മാസം കഴിഞ്ഞ് പിന്നെ ലീവ് എടുക്കാൻ പറ്റുമോ? ഒരു മാസം കഴിഞ്ഞ് പിന്നീട് 11 മാസം അങ്ങനെ ഇതൊന്നുമില്ലാതെ ജീവിച്ചാൽ മതിയോ? പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കൂ. ഇല്ല. അതുകൊണ്ട് തന്നെ
മൂന്നാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കുക, സൽക്കർമ്മങ്ങൾക്ക് ശേഷം, റമദാനിന് ശേഷം വീണ്ടും സൽക്കർമ്മങ്ങളിലേക്ക് തൗഫീഖ് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ചെയ്തു വന്ന സൽക്കർമ്മങ്ങളിൽ വീഴ്ച വരാതെ, പ്രത്യേകിച്ച് നിർബന്ധ കാര്യങ്ങളിൽ. നമുക്ക് കാണാം, റമദാനിൽ ഒന്നാമത്തെ നോമ്പിന് സുബഹ് നിസ്കാരത്തിന് പള്ളി നിറഞ്ഞിട്ടുണ്ടാവും. ശഅബാന്റെ അവസാനത്തെ രാത്രിയിൽ വന്നിട്ട് ആ നാട്ടിൽ താമസാക്കിയവരാണോ? അല്ല, അവരൊക്കെ പണ്ടേ അവിടെ ഉണ്ട്. പക്ഷെ റമദാൻ ആയപ്പോൾ സുബഹ് ജമാഅത്തിനെത്തണം എന്നൊരു പ്രേരണ മനസ്സിൽ വന്നു. അൽഹംദുലില്ലാ. പിന്നീട് വേണ്ടത് എന്താണ്? അത് നിലനിർത്തുക എന്നതാണ്. ശവ്വാലിൻ്റെ അന്ന്, പെരുന്നാളിൻ്റെ അന്ന് തന്നെ സുബഹി അടിച്ചു പോവുക എന്നുള്ളത് പേടിക്കേണ്ട കാര്യമാണത്. കാരണം അതുവരെ ജമാഅത്തിനെത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഭയപ്പെടണം പ്രിയമുള്ളവരെ, ഭയപ്പെടണം, അങ്ങേയറ്റം ഭയപ്പെടണം. നിർബന്ധ കാര്യങ്ങളിൽ യാതൊരു വീഴ്ചയും ഉണ്ടാവാൻ പാടില്ല. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, ജമാഅത്തിൻ്റെ കാര്യത്തിൽ, ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണോ താമസിക്കുന്നത്, ജീവിക്കുന്നത്? പുരുഷന്മാർ അള്ളാഹുവിൻ്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാഹ് എന്ന വിളിക്ക് ഉത്തരം നൽകി പള്ളിയിലെത്തൽ നിർബന്ധമാണ്. എത്തിയാ നല്ലത് എന്നല്ല, പള്ളിയിൽ ജമാഅത്തിനെത്തൽ നിർബന്ധമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ കാര്യവും, ഓരോ സൽക്കർമ്മങ്ങളും നമ്മൾ പരിശോധിക്കുക. ശവ്വാലിത എത്ര ദിവസമായി? എന്താണ് നമ്മുടെ അവസ്ഥ? വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? തിരുത്താൻ സമയമുണ്ട്. അതല്ല, അൽഹംദുലില്ലാ, അത് നിലനിർന്നു പോകുന്നുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് സഹോദരങ്ങളെ ഒരു മുഅ്മിനിന് ആശ്വാസം ലഭിക്കുന്ന കാര്യം. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പ്രഖ്യാപിച്ചവർ, ശേഷം ഇസ്തിഖാമത്ത് കൈക്കൊണ്ട ആളുകൾ, അവർക്ക് മരണമാസന്നമാകുമ്പോൾ അവരിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫു, ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, മറിച്ച് വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സന്തോഷിക്കുക. ഈ സന്തോഷ വാർത്ത സഹോദരങ്ങളെ മരിക്കുന്ന സമയത്ത് കിട്ടുക സൽക്കർമ്മങ്ങൾ നിലനിർത്തിയാലാണ്. എന്താണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ? സൽക്കർമ്മങ്ങൾ നിലനിർത്തുക എന്നതാണ്. അള്ളാഹുവിൻ്റെ ദീനിലെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ജീവിക്കുക എന്നതാണ് അൽ ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ. അപ്പം ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിച്ചു, അഥവാ തൗഹീദ് സ്വീകരിച്ചു, ഈമാനുള്ളവരായി. പിന്നീട് വേണ്ടത് ഇസ്തിഖാമത്താണ്. നേരെ സിറാത്തുൽ മുസ്തഖീം എന്ന ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. വളയാതെ പുളയാതെ നേരെയുള്ള ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചുകൊണ്ടാണ് സിറാത്തുൽ മുസ്തഖീം പറഞ്ഞു കൊടുത്തത്. നേരെ ഒരു വര വരച്ചു, എന്നിട്ട് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം. പിന്നീട് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും പല വരകൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ സുബുലുകളാണ്, വ്യത്യസ്തങ്ങളായ വഴികളാണ്. ആ ഓരോ വഴികളിലും അതിലേക്ക് ക്ഷണിക്കുന്ന പിശാചുകൾ ഉണ്ടാകും, ശൈത്താന്മാരുണ്ടാകും. അതിന് കാത് കൊടുത്ത് പഴിച്ചു പോകരുത്. നേരായ മാർഗം ദീന് മുഴുവനും. അള്ളാഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅനാ വഅതഅനാ, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. പിന്നെ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ, ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ, ഇപ്പം നടക്കുമോ? ഇല്ല. അതാണ് ഇസ്തിഖാമ.
റമദാൻ കഴിഞ്ഞു, ഇതൊക്കെ പിന്നെയും ബാധകമാണ്. കാരണം റമദാനിൽ ഏതൊരു റബ്ബിനെയാണോ നമ്മൾ ഭയന്നത്, ഏതൊരു റബ്ബിനു വേണ്ടിയാണോ ഇബാദത്ത് ചെയ്തത്, ആ റബ്ബ് തന്നെയാണ് ശവ്വാലിലെയും ദുൽഖഅദയിലെയും ദുൽഹജ്ജിലെയും ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലെയും നമ്മുടെ റബ്ബ്. പലപ്പോഴും പറയാറുണ്ട്, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കും, പള്ളി കയറുമ്പോൾ പൊന്തിക്കും. സഹോദര, പുറത്തുനിന്ന് നിന്നെ കണ്ട അതേ റബ്ബ് തന്നെയാണ് ഉള്ളുന്നും നിന്നെ കാണുന്നത്. നീ എല്ലാ സമയത്തും അങ്ങനെ ആയിരിക്കണം എന്നതുപോലെ സഹോദരങ്ങളെ, എല്ലാ മാസങ്ങളിലും ഇത് ബാധകമാണ്. റമദാൻ അല്ലാഹു പ്രത്യേകമായി നമുക്ക് തന്നത് അത് നമുക്കുള്ള സുവർണ കാലഘട്ടമാണ്. അമലുകൾ വർദ്ധിപ്പിക്കാനും സ്വർഗപ്രവേശനം നേടിയെടുക്കാനും നരകമോചനം ലഭിക്കാനും കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്താനും ഒക്കെ അള്ളാഹു നിശ്ചയിച്ച ഒരു പ്രത്യേക സുവർണ കാലഘട്ടമാണത്. റബ്ബിൻ്റെ ഔദാര്യമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് നൽകുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ തിന്മകൾ, നമ്മുടെ പാപങ്ങൾ സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖ് ഇല്ലാതാക്കി കളയും. നേരത്തെ പറഞ്ഞതുപോലെ നന്മകൾക്ക് ശേഷം പിന്നീട് വീണ്ടും തിന്മകളിലേക്ക് തിരിച്ചു മടങ്ങിയാൽ സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖാണ് നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് മുൻഗാമികളിൽപ്പെട്ട പലരും പറഞ്ഞത്, ഒരു ചെറിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ 6 മാസക്കാലം രാത്രി നിസ്കാരം തടയപ്പെട്ടു. മുൻഗാമികൾ ബുദ്ധിയുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർ പരിശോധിച്ചു, എനിക്കെവിടെയാണ് പോരായ്മ പറ്റിയത്, എന്താണ് ഞാൻ ചെയ്തിരുന്ന സൽക്കർമ്മങ്ങൾ ഇപ്പോൾ ചെയ്യാൻ എനിക്ക് സാധിക്കാത്തത് എന്നവർ പരിശോധിച്ചു നോക്കി. അവർക്ക് മനസ്സിലായി, നമ്മൾ പരിശോധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തത്. സഹോദരങ്ങളെ, ഒരുപാട് സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. നമ്മൾ പോലും അതറിയുകയില്ല. അത് നമ്മുടെ ജീവിതത്തിലുള്ള തിന്മകളാണ് അതിനുള്ള കാരണം. രഹസ്യവും പരസ്യവും നന്നാക്കുക എന്നത് അനിവാര്യമാണ്. ആളുകൾ കാണുമ്പോഴാവട്ടെ കാണാത്തപ്പോഴാവട്ടെ ഞാനും നിങ്ങളും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായിരിക്കണം. അതല്ല പുറമേക്ക് മാത്രമാണോ, ഉള്ളു മോശമാണോ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ അത്തരം ആളുകൾ മരിക്കുന്ന സന്ദർഭത്തിൽ അവരിലേക്ക് പിശാച് അവൻ്റെ സർവ്വസന്നാഹവുമായി കടന്നു വരും. അവസാനം അവൻ്റെ ഹുസ്നുൽ ഖാത്തിമക്ക് മറയിടാൻ പിശാച് വരും. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്താണ്, മരണമാസന്നമാവുമ്പോഴാണ് അവൻ ഏറ്റവും ദുർബലനാവുക. അങ്ങേയറ്റം ദുർബലനായിരിക്കും. മരണമാസന്നമാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ അവസ്ഥ അതായിരിക്കും. സഹാബത്തിൽ ചിലർ മരണമാസന്നമായപ്പോൾ ആ മരണവേദനയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മക്കൾക്ക്. വലിയ പർവ്വതം ശരീരത്തിൽ വന്ന് വീണതുപോലെയാണ്, ശ്വാസം എന്നത് ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വിടുന്ന പോലെയാണ് അനുഭവപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തതായി കാണാം. ആ സമയത്താണ് പിശാച് ഒരു മനുഷ്യനെ പിടിക്കുക. സഹോദരങ്ങളെ, ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചാൽ, സൽക്കർമ്മങ്ങളിലായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയാൽ, അള്ളാഹു പറഞ്ഞതുപോലെ തതനസ്സലു അലൈഹിമുൽ മലായിക, അത്തരം ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് പറയുക, അല്ലാ തഖാഫു, പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. കാരണം അതുവരെ അവൻ കാണാത്ത പലതുമാണ് പിന്നീട് കാണുക. ദുനിയാവിൽ അവൻ്റെ അടുത്തുള്ള ആളുകളുടെ സംസാരങ്ങളല്ല പിന്നെ അവൻ കേൾക്കുക. അവനെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ കേൾക്കുക മലക്കുകളുടെ അഭിസംബോധനയാണ്, മലക്കുകളുടെ സംസാരമാണ്. പേടിയുണ്ടാകും, ദുഃഖമുണ്ടാകും. മുട്ടേച്ചു പോകുന്ന സന്താനങ്ങളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട്. അല്ലാ തഖാഫു വലാ തഹ്സനു. ഇപ്പം എന്താണ് ചെയ്യേണ്ടത്? വാബിശിറു, സന്തോഷിക്കുക. കാരണം ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച ആളുകൾക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അത് ആലോചിച്ചാൽ മതി. ഇപ്പോൾ
എന്ന് സഹോദരങ്ങളെ എന്നോടും നിങ്ങളോടും പറയപ്പെടണമെങ്കിൽ ആ നിലവാരം നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ മരണസമയത്താണ്, അവസാന സമയത്താണ് നമ്മുടെ നല്ല മരണത്തിന് പിശാച് തടയിടുക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വിശാലമായ ഒരു വിഷയമാണിത്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, നമുക്ക് തൗഫീഖ് കിട്ടുന്നുണ്ടോ അല്ല നഷ്ടപ്പെടുന്നുണ്ടോ പരിശോധിക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ശവ്വാലിലേക്ക് എത്തിയത്. ഈ സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം നിസാരമാണ് എന്നാണ് തോന്നേണ്ടത്. ഒരിക്കലും ഉജുബുണ്ടാവരുത്, ഒരത്ഭുതം കൂറൽ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിപ്പോവരുത്. ഞാൻ കുറേ ചെയ്തു, 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പ് ഞാനെടുത്തു, എല്ലാ രാത്രിയും നിസ്കരിച്ചു, 5 നേരത്തെ ജമാഅത്ത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല, രാത്രി ഒരുപാട് സുദീർഘമായി ദുആ ചെയ്തു, ഒരുപാട് സ്വതക്കകൾ കൊടുത്തു. ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ ഒരു അത്ഭുതം കൂറുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. മറിച്ച് എത്ര നമ്മൾ ചെയ്താലും പർവ്വത സമാനമാണ് നമ്മുടെ കർമ്മങ്ങളെന്ന് നമുക്ക് തോന്നിയാലും അതെല്ലാം നിസാരമാണ് എന്നായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അതെല്ലാം ചെറുതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഅലാമതു ഖബൂലി അമലിക, അലാമതു ഖബൂലിൽ അമലി ഇഹ്തിഖാറുഹു വസ്തിഖ്ലാലുഹു. നിന്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് നിന്റെ അമലുകളെക്കുറിച്ച് നിനക്ക് നിസാരത അനുഭവപ്പെടുക എന്നുള്ളത്. ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, ഞാൻ ചെയ്തത് വളരെ കുറവാണ് എന്ന് നമുക്ക് തോന്നുക എന്നത് സഹോദരങ്ങളെ അത് നല്ല അടയാളമാണ്. എന്താണത് പറയാനുള്ള കാരണം? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിസ്കാരത്തിന് ശേഷം സലാം വീട്ടിയ ഉടനെ പറയലെന്താ? അസ്തഗ്ഫിറുല്ലാഹ്. 3 തവണ ആവർത്തിച്ച് പറയും. ഇത്രയും നേരം ചെയ്തത് തിന്മയാണോ? അത്രയും നേരം ചെയ്തത് എന്താണ്? അള്ളാഹുവിനുള്ള അനുസരണമാണ്, ഇബാദത്താണ് ചെയ്തത്. എന്നിട്ട് അതിൽ നിന്ന് വിരമിച്ചപ്പോൾ അള്ളാഹുവേ എനിക്ക് പുറത്തേരണം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറഞ്ഞത് ഇസ്തിഗ്ഫാറാണ്. അതുപോലെ തന്നെ രാത്രി തഹജ്ജുദിന്റെ സമയത്ത് മുഅ്മിനീങ്ങളെ കുറിച്ച് അവരെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ എന്താണ്? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രി അത്താഴത്തിന്റെ വേളയിൽ തഹജ്ജുദിന്റെ സമയത്ത് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരിക്കും, അള്ളാഹുവെ പുറത്തേരണേ എന്ന് പറയുന്നവരായിരിക്കും. വുദൂ ചെയ്തതിന് ശേഷമുള്ള ദുആയിൽ ദിക്റിൽ ഇസ്തിഗ്ഫാറുണ്ട്. ഇങ്ങനെ ഓരോ സൽക്കർമ്മങ്ങളും എടുത്തു നോക്കിയാൽ സഹോദരങ്ങളെ അതിനുശേഷം ഇസ്തിഗ്ഫാർ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാണത്? നമ്മുടെ മനസ്സിൽ ഒരു അത്ഭുതം തോന്നാതിരിക്കാനാണ്. നമ്മളെന്തോ ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന് വേണ്ടി കുറേ ചെയ്തു എന്നാലോചിച്ച് നമ്മൾ വഞ്ചിതരായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരാൾക്കുണ്ടാവണമെങ്കിൽ പണ്ഡിതന്മാർ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് അറിയുക, റബ്ബിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ വലിപ്പം, അതിനെക്കുറിച്ച് ഒരാൾ നന്നായി പഠിച്ചു മനസ്സിലാക്കിയാൽ തൻ്റെ അമലുകൾ വളരെ നിസാരമാണ് എന്ന് ഒരുവന് തോന്നും. അതുപോലെ തന്നെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ എന്താണ് റബ്ബിന് പകരം ചെയ്തത് എന്ന് തോന്നിപ്പോകും. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എങ്ങാനും എണ്ണി കണക്കാക്കാൻ തുനിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്
നിനക്ക് മനസ്സിലാവണമെങ്കിൽ നിന്റെ 2 കണ്ണുകളും ഒരു സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കുക. കണ്ണൊന്ന് അടച്ചു നോക്കൂ. എന്താ സംഭവിക്കുക? കൂരിരുട്ടാണ്. ഈ വലിയ മുഖത്ത് ഉള്ള 2 കണ്ണിൻ്റെ അവസ്ഥയാണിത്. ഈ ശരീരത്തിലുടനീളം അള്ളാഹു നൽകിയ അനുഗ്രഹം എത്രയാണ്! ഇതിന് പുറത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്! അതുപോലെ 3-ാമത്തെ കാര്യം, നമ്മുടെ കുറവുകൾ, നമ്മുടെ ന്യൂനതകളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, അമലുകൾ, അത് നമ്മുടെ മനസ്സിൽ ചെറുതായി, നിസാരമായി അനുഭവപ്പെടാൻ 3 കാരണങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് അറിയുക. 2-ാമത്തേത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് തിരിച്ചറിയുക. 3-ാമത്തേത് നമ്മുടെ ന്യൂനതകളും കുറവുകളും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ തിരിച്ചറിയുക. ഒരുപാട് ന്യൂനതകൾ, കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളാർക്കാണ് പറയാൻ സാധിക്കുക? നമ്മളിപ്പോൾ നിസ്കരിച്ച മഗ്രിബ് നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അത് പരിപൂർണമായി ചെയ്തു എന്ന് പറയാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ അത്ഭുതം തോന്നരുത്. എത്ര നമ്മൾ ചെയ്തു എന്ന് നമ്മൾ കണ്ടാലും അത്ഭുതപ്പെട്ടു പോകരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു. അവിടുത്തെ കാല് നീര് വന്ന് പൊട്ടിയൊലിക്കുമാർ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? ആയിഷ, ഞാൻ നല്ല നന്ദിയുള്ള ഒരു അടിമയായി തീരണ്ടേ എന്നാണ്. ആരാണിത് പറഞ്ഞത്? സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. മുൻകഴിഞ്ഞ പാപങ്ങൾ, വരാനിരിക്കുന്ന പാപങ്ങൾ എല്ലാം പൊറുക്കപ്പെട്ട മഹാൻ അല്ല. ജീവിതത്തിൽ പാപങ്ങളെ ഉണ്ടാവുകയില്ല. അള്ളാഹു സംരക്ഷണം നൽകിയിട്ടുണ്ട്. എന്നിട്ടും അമലുകൾ അവിടുത്തെ വഞ്ചിച്ചില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. അവിടുത്തെ അമലുകളെക്കുറിച്ച് ഭാര്യമാരോട് ചോദിച്ചറിഞ്ഞ സഹാബത്ത് പറഞ്ഞ വാക്കുകൾ എന്താണ്? 3 പേർ പോയ ചരിത്ര സംഭവം ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങൾ, ഇബാദത്തുകളെ കുറിച്ച് കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അതിലൊരാൾ പറഞ്ഞു, ഇനി എനിക്ക് പകൽ മുഴുവനും നോമ്പാണ്, നോമ്പില്ലാത്തൊരു ദിവസമില്ല. വേറൊരാൾ പറഞ്ഞു, ഇനി ഞാൻ രാത്രി ഉറങ്ങുകയില്ല, നിസ്കരിക്കും. 3-ാമത്തെ ആൾ പറഞ്ഞു, ഇനി എനിക്ക് വിവാഹ ജീവിതമില്ല, ഇബാദത്തിൽ കഴിഞ്ഞ് അങ്ങനെ ജീവിച്ചോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പ് ഉപേക്ഷിക്കാറുണ്ട്, ഐച്ഛികമായ നോമ്പുകൾ. ഞാൻ ഉറങ്ങാറുണ്ട്, നിസ്കരിക്കാറുണ്ട്. ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ആരെൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചോ അവർ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്തു. ഇതിവിടെ പറഞ്ഞത് സഹോദരങ്ങളെ, അവിടുത്തെ ഇബാദത്തുകൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി സഹാബത്ത്. പക്ഷെ അത് ചെയ്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടുന്ന് എന്നാലും അള്ളാഹുവിന് നന്ദിയുള്ള അടിമയാവാൻ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കതിൽ വലിയ പാഠമുണ്ട്. നമ്മൾ ഒരിക്കലും അത്ഭുതപ്പെട്ടു പോകരുത്. മറിച്ച് അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. 5-ാമത്തെ കാര്യം സഹോദരങ്ങളെ, അർറജ, പ്രതീക്ഷ. അതുപോലെ തന്നെ ധാരാളമായുള്ള ദുആ. നേരത്തെ നമ്മൾ ഭയപ്പാടിനെ കുറിച്ച് പറഞ്ഞു. ഭയപ്പാടുണ്ടായിരിക്കണം, അതുപോലെ തന്നെയാണ് പ്രതീക്ഷയും നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ പ്രതീക്ഷയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാര്യമാണ് ദുആ എന്നുള്ളത്. ഇബാദത്തുകൾക്ക് ശേഷം പിന്നീട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് അള്ളാഹു സ്വീകരിക്കുമെന്ന അതിയായ പ്രതീക്ഷ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം.
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നേരത്തെ മുൻഗാമികളെക്കുറിച്ച് കേട്ടില്ലേ, 6 മാസക്കാലം അവർ ദുആ ചെയ്തു എന്നാണ്. ഇത്രയും ദിവസമായി എത്ര ആളുകൾ ദുആ ചെയ്തു? റമദാൻ കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടു. നമ്മിൽ എത്ര പേർ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തു, റബ്ബേ റമദാനിൽ ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ എന്ന് നമ്മൾ എത്ര തവണ ദുആ ചെയ്തു? നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താണ്? വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും കഅബയുടെ അസ്ഥിവാരം അത് പടുത്തുയർത്തു. അതിൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. ഓരോ കല്ലും എവിടെ വെക്കണമെന്ന് റബ്ബിൻ്റെ മാർഗദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തത്. കഴിഞ്ഞപ്പോൾ ദുആ ചെയ്തത് റബ്ബേ നീ സ്വീകരിക്കണേ എന്നാണ്. തഫ്സീറിൽ കാണാം, ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം മുൻഗാമികളിൽപ്പെട്ട ഉഹൈബ് ഇബ്നു അൽ വർദ് എന്ന മഹാൻ റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്തു. സുമ്മ യബ്കി, അദ്ദേഹം കരഞ്ഞു. വയഖൂൽ, കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, യാ ഖലീലർ റഹ്മാൻ തർഫഉ ഖവായിമ ബൈത്തിർ റഹ്മാൻ വഅൻത മുശ്ഫിഖുൻ അല്ലാ യതഖബ്ബല മിൻക. റഹ്മാനായ റബ്ബിൻ്റെ ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റഹ്മാനായ റബ്ബിൻ്റെ ബൈത്ത്, ഭവനം കഅബ അത് പടുത്തുയർത്തു, പണിഞ്ഞു, എന്നിട്ടത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണോ ഭയപ്പെടുന്നത്? നോക്കണം നിങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾക്ക് ശേഷം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് പ്രതീക്ഷയും പ്രാർത്ഥനയും. അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന് ആവർത്തിച്ച് നമ്മൾ ദുആ ചെയ്യണം. 6ാമത്തെ കാര്യം ഹുബ്ബു ത്വാഅ വ കുർഹുൽ മഅസിയ. നന്മകൾക്ക് ശേഷം പിന്നീട് നന്മകളോട് സ്നേഹമുണ്ടാവുക, തിന്മകളോട് വെറുപ്പുണ്ടാവുക എന്നത് നല്ല അടയാളത്തിൽപ്പെട്ടതാണ്. നമ്മുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതയാണ് അത് അറിയിക്കുന്നത്. കാരണം നമ്മൾ നന്മകളിലായിരുന്നു. ആ നന്മകളോടുള്ള മഹബ്ബത്ത് നമ്മുടെ മനസ്സിലുണ്ടോ നല്ല അടയാളമാണ്. നമ്മൾ ഏതൊരു തിന്മകളാണോ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചത് അതിനോട് പിന്നീട് വെറുപ്പും അനിഷ്ടവുമാണോ, അൽഹംദുലില്ലാഹ്, നല്ല അടയാളമാണ്. അല്ല, നന്മകളോട് താല്പര്യമില്ല, പഴയ തിന്മകൾ വീണ്ടും ഇക്കിളിപ്പെടുത്തുന്നു എങ്കിൽ പേടിക്കണം. പഴയ തിന്മകൾ അത് ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയാണ് വരുന്നത് എങ്കിൽ ഭയപ്പെടണം. സ്വീകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ്. 7ാമത്തെ കാര്യം സഹോദരങ്ങളെ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള എളുപ്പം ലഭിക്കുക. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള എളുപ്പം ലഭിക്കുക. റമദാൻ കഴിഞ്ഞു, നമ്മൾ എന്തൊക്കെ പാപങ്ങൾ, തിന്മകൾ, തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ അത് തന്നെ തുടരാനുള്ള അവസരം വീണ്ടും നമുക്ക് കിട്ടുക. ആ തിന്മയിലേക്ക് നമ്മൾ പോവാതിരിക്കുക. ആ തിന്മയിലേക്ക് അടുക്കാൻ നമുക്ക് വലിയ പ്രയാസമാണ് തോന്നുന്നത് എങ്കിൽ അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. അത് നമ്മുടെ സ്വീകാര്യതയുടെ അടയാളത്തിൽപ്പെട്ടതാണ്. 8ാമത്തെ കാര്യം ഹുബ്ബു സ്വാലിഹീൻ വബുഗ്ളു അഹ്ലിൽ മആസി. നല്ല ആളുകളോടുള്ള മഹബ്ബത്ത്, സ്നേഹം, തിന്മയുടെ ആളുകളോടുള്ള വെറുപ്പ്. അഥവാ നമ്മൾ നന്മകളിലായിരുന്നു, ആ നന്മകൾക്ക് ചുറ്റുമായിരുന്നു, അതിൻ്റെ ആളുകളോടൊപ്പമായിരുന്നു, മസ്ജിദിലായിരുന്നു, നല്ല അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അത്തരം ആളുകളോടുള്ള മഹബ്ബത്ത്, അവരോടുള്ള അടുപ്പം എന്നത് നല്ല കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, 9ാമത്തെ കാര്യം ധാരാളമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നത് അമലുകളുടെ സ്വീകാര്യതയുടെ തെളിവാണ്. 10ാമത്തെ കാര്യം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ചെയ്ത നന്മകൾ അത് നിലനിർത്താൻ സാധിക്കുക. നേരത്തെ പറഞ്ഞ കാര്യമാണത്. നോമ്പും നിസ്കാരവും സൽക്കർമ്മങ്ങളും ഇതൊക്കെ നിലനിർത്താൻ സാധിക്കുക എന്നത് സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളത്തിൽ പെട്ടതാണ്. 10ഓളം കാര്യങ്ങൾ സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞ
അടയാളങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ല, നമ്മൾ പറയാത്തതുമായ അമലുകളുടെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.